students. Today we are going to start our second year business studies. The first chapter is nature and significance of management. സെക്കൻഡ് ഇയറിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഹൗ ടു ബിക്കം എ ഗുഡ് മാനേജർ, എങ്ങനെ ഒരു നല്ല മാനേജറാകാം എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ചില ആക്ടിവിറ്റീസ്, ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതെന്തെല്ലാമാണ് എന്നതാണ് സെക്കൻഡ് ഇയറിൻ്റെ ടോപ്പിക്കുകളിൽ പ്രധാനമായിട്ടും വരുന്നത്. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് അവർ ഫസ്റ്റ് ചാപ്റ്റർ, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. So before entering into our topics, we have to know the term management. What is management? It's a very familiar term to us. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു പദമാണത്. It is actually needed in all types of organizations. Big organizations, small organizations, profit-oriented organizations, non-profit-oriented organizations, manufacturing concerns, service rendering institutions. So, management is required in all types of organizations. Even നമ്മുടെ വീടുകളിൽ പോലും മാനേജ്മെൻ്റ് ഉണ്ട്. ഓരോ ദിവസവും നമ്മൾ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായ പ്ലാനിങ് നടക്കുന്നുണ്ട്. അത് പേപ്പർ വർക്കുകളിലൂടെ ആയിരിക്കില്ല, അല്ലാതെ തന്നെ മാനേജ്മെൻറ്റ് വർക്കുകൾ ഓരോ വീട്ടിലും നടക്കുന്നുണ്ട്. നോൺ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓർഗനൈസേഷൻസ്, ഒരു ഹോസ്പിറ്റലാകട്ടെ, ഒരു സ്കൂളാകട്ടെ, അല്ലെങ്കിൽ ഒരു ആരാധനാലയം ആകട്ടെ, ഒരു സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, ഇത്തരം എല്ലാ സ്ഥാപനങ്ങളിലും മാനേജ്മെൻറ്റ് എന്നുള്ള ടേം ആവശ്യമാണ്. അപ്പോൾ എന്താണ് ഈ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ഒരു കൂട്ടം ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ടാകുന്നിടത്തെല്ലാം മാനേജ്മെൻറ്റ് വേണം. ഇഫ് ദർ ഈസ് ആൻ ഒബ്ജക്റ്റീവ്, ഓൾ ദീസ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആർ റിക്വയർഡ് ടു വർക്ക് ഫോർ അച്ചീവിങ് ദാറ്റ് പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്. ഒരു ലക്ഷ്യം നമുക്കുണ്ട്, നമ്മളത് നേടാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കണം. അതേസമയം ഒരാൾ ഒറ്റയ്ക്ക് പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് മാനേജ്മെൻറ്റ്. That means performing an activity in isolation is not treated as management. So one of the essential requirement for management is there should be a group. A group of members are required to have the term management. So we are entering into the term management at first. The word management is actually derived from the combination of two words, management. We are getting the things done through other people. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യിപ്പിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യലല്ല, വി ആർ വർക്കിംഗ് വിത്ത് അതേഴ്സ് ഓർ വി ആർ ഗെറ്റിംഗ് തിങ്സ് വിത്ത് അതർ പീപ്പിൾ. ദെൻ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ചില ഡെഫിനിഷൻസ് നോക്കാം. മാനേജ്മെൻറ്റിന് ഏറ്റവും സിമ്പിളായ ഡെഫിനിഷൻ തന്നിരിക്കുന്നത് മേരി പാർക്കർ ഫോളറ്റാണ്. അക്കോർഡിംഗ് ടു ഹെർ, മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ച് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുന്ന ഒരു കലയാണ് മാനേജ്മെൻറ്റ്. സോ മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആർട്ട്. According to Mary Parker Follett, management is an art of getting things done through other people. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയൊരു ഡെഫിനിഷൻ, റോബർട്ട് ക്രൈറ്റ്നറുടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയൊരു ഡെഫിനിഷൻ, മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ് ടു എഫക്റ്റീവ്ലി അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് by efficiently using limited resources in the changing environment. Business environment is a dynamic one. It is changing day by day or hour by hour. In such a circumstances, an organization or the members in an organization are required to perform in an efficient way to achieve these predetermined organizational objective. So, from these two definitions, we can collect a meaning that management is the process of getting things done with the aim of achieving goals effectively and efficiently. നമുക്ക് ആ ഡെഫിനിഷനിൽ നിന്ന് ഇങ്ങനെ ഒരു മീനിങ് ഇങ്ങോട്ട് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ മീനിങ്ങിനകത്ത് 3 words are underlined. First, process.
then efficiency, third effectiveness. These are actually the aspects of management. We have to know what is these three aspects. First, process. Management is called as a process. Why the management called as a process? It performing certain basic functions. Certain basic functions are to be performed in an organization as a part of management, such as planning, organizing, staffing, directing and controlling. മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അവയാണ് ആസൂത്രണം, സംഘാടനം, ഉദ്യോഗവൽക്കരണം, മാർഗനിർദ്ദേശം, നിയന്ത്രണം തുടങ്ങിയവ. ഇവ ക്രമമായാണ് നമ്മൾ ചെയ്യുന്നത്. വൈ ദി മാനേജ്മെൻറ്റ് കോൾഡ് ആസ് എ പ്രോസസ് എന്ന് ചോദിച്ചാൽ, under management performing these basic functions in an orderly arranged manner, that's why management called as a process. So the first aspect of management is it's a process. Then another, effectiveness. Another one is effectiveness. What is effectiveness? It is connected with end result, achievement of our objective, which means that doing the right task, നമ്മൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുക, ദെൻ അതുപോലെ തന്നെ കംപ്ലീറ്റിംഗ് ദി ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവിങ് ദി ഡിസൈർഡ് ഗോൾ. വി ഹാവ് ആൻ ഒബ്ജക്റ്റീവ്. ഇഫ് യു ആർ കണക്റ്റിംഗ് വിത്ത് എ ബിസിനസ് ഓർഗനൈസേഷൻ, ഇറ്റ് മേ ഹാവ് ആൻ ഒബ്ജക്റ്റീവ് ടു അച്ചീവ് certain percentage of profit. In such a circumstances, they have to do certain activities for achieving this predetermined level of profit. അതിനുവേണ്ടി അവർ ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യക്തി അയാൾ മുൻകൂട്ടി തീരുമാനിച്ച ഒരു ലക്ഷ്യം അത് നേടിയെടുക്കുന്നതാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്, ഫലപ്രാപ്തി. സോ in this particular aspect, giving emphasis to the achievement of goal or achievement of that end result, എന്താണോ നേടണമെന്ന് കരുതിയത് അത് നേടുക എന്നുള്ളതാണ് എഫക്റ്റീവ്നെസ്. Then third one, that is efficiency. It's a little bit of different. എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, എഫക്റ്റീവ്നെസ് വെറും ഫലപ്രാപ്തിയാണ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ഓഫ് ഡിസൈർഡ് ഒബ്ജക്റ്റീവാണ്. Meanwhile, efficiency means achieving this desired objective with minimum cost, with minimum resources. നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. വി ഹാവ് ടു അച്ചീവ് അവർ ടാർഗറ്റ്, ബട്ട് അറ്റ് ദി സെയിം ടൈം വി ഹാവ് ടു അച്ചീവ് അവർ ടാർഗറ്റ് വിത്ത് മിനിമം റിസോഴ്സസ്, വിത്ത് മിനിമം കോസ്റ്റ്. അങ്ങനെ നമ്മുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, എഫിഷ്യൻസി എന്ന് പറയാം. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടത് എഫക്റ്റീവായും എഫിഷ്യൻ്റായും വേണം നമ്മളെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ. സോ ഈ രണ്ട് ടേമും, എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും, ആക്ച്വലി ദീസ് ആർ കൺസിഡേർഡ് ആസ് ടു സൈഡ്സ് ഓഫ് എ സെയിം കോയിൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണിത്. വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ effectiveness and efficiency? നമുക്കതൊന്ന് നോക്കാം. effectiveness, we have already said that effectiveness means doing the right task, then completing the activities. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആസ് എ പാർട്ട് ഓഫ് എ ബിസിനസ്മാൻ, ആസ് എ പാർട്ട് ഓഫ് എ ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ ഹാസ് ടു പെർഫോം എ ലോട്ട് ഓഫ് തിങ്സ്. ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, പർച്ചേസുമായി റിലേറ്റഡ് ആയതുണ്ടാവും, പ്രൊഡക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുണ്ടാവും. സോ ഡൂയിങ് ദി റൈറ്റ് task, then completing the activities. You have already learned that effectiveness is connected with the end result. അവസാന ഫലം എന്താണോ അതുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ we have to complete our activity, then achieving the desired goal. സ്വാഭാവികമായിട്ടും നമ്മുടെ എൻഡ് റിസൾട്ടിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യമാണത്. then it is concerned with the end result. So these are the connected points of effectiveness. Meanwhile, if you are coming into efficiency, doing the task correctly, ഏൽപ്പിച്ച ജോലി എന്താണോ അത് കൃത്യമായി ചെയ്യലാണിത്. then completing the task with minimum cost. There is also completion of task. Completing the task is also required for efficiency, but at the same time we have to complete our activity with minimum cost. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മളത് ചെയ്യുമ്പോൾ അത് എഫിഷ്യൻ്റ് ആകുന്നുള്ളൂ. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് എ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്, നമ്മളതിനു വേണ്ടി എത്ര
പണം ചെലവഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കണക്റ്റ് ചെയ്തിട്ട് വേണം വെദർ ദാറ്റ് ആക്ടിവിറ്റി ഈസ് എഫിഷ്യൻറ്റ് ഓർ നോട്ട് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. ദെൻ ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഈസ് കൺസിഡേർഡ് ഹിയർ. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ സ്പെൻഡ് ചെയ്ത ഇൻപുട്ടിനേക്കാൾ മുകളിലായിരിക്കണം. ദെൻ ഓൺലി ദാറ്റ് ആക്ടിവിറ്റി വിൽ ബി കൺസിഡേർഡ് ആസ് ആൻ എഫിഷ്യൻറ്റ് വൺ. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, an organization is looking to get a target production of 10,000 units in an year. If they are achieving this 10,000 units production within that year with spending higher resources than overtime work, it cannot be considered as an efficient one, but at the same time it's an effective one. അവരവരുടെ 10,000 ടാർഗറ്റ് എന്നുള്ളത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, ബട്ട് there is no efficiency because they have spent some extra resources for the purpose of achieving that target. In such a circumstances, it is not considered as an efficient one, it is effective one. Then മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, we should not give any emphasis to any of these two aspects. We have to maintain a balance. That means when we are performing a managerial activity, it must be effective as well as efficient. There must be a balance. അപ്പോൾ ഇതാണ് എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് എന്ന രണ്ട് ടേമുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് എന്താണ്, മാനേജ്മെൻറ്റിനകത്ത് വരുന്ന 3 ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതിൽ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു. Now we are moving to discuss about the characteristics or features of management. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ സവിശേഷതകൾ, എന്തൊക്കെ പ്രത്യേകതകളാണ് മാനേജ്മെൻറ്റിനുള്ളത്? ദി ഫസ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. ദർ ഈസ് എ ഗോൾ, ദർ ഈസ് ആൻ ഒബ്ജക്റ്റീവ്. വാട്ട് ഈസ് ആൻ ഒബ്ജക്റ്റീവ്? ഇറ്റ് ഈസ് ദ എൻഡ് റിസൾട്ട് ആൻ ഓർഗനൈസേഷൻ ട്രൈസ് ടു അച്ചീവ്. ഒരു സ്ഥാപനം നേടാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ അവസാന ഫലം, ആ എൻഡ് റിസൾട്ട്, അതിനെയാണ് നമ്മൾ അതിൻ്റെ ഗോൾ, ഒബ്ജക്റ്റീവ് എന്ന് പറയാം. സോ മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. ദർ ഈസ് ആൻ ഒബ്ജക്റ്റീവ് ഫോർ ദി എൻറ്റയർ ഓർഗനൈസേഷൻ. ദെൻ objectives for different departments, objectives are there for different departments, and objectives are there for different individuals. And these objectives are to be clearly stated, clearly specified, clearly explained to them. സ്ഥാപനത്തിലെ ഓരോ വ്യക്തിയും അവർ ആ സ്ഥാപനത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അവെയർ ആയിരിക്കണം. Then only the achievement of the entire organization will be possible. So the first characteristics of management is goal oriented process. Management is a goal oriented process. There is a predetermined objectives, and the entire organization, the entire members in that organization are working to achieve that predetermined objective. Then the second one, that is pervasive, sarvavyapi എന്നൊക്കെയാണ് പറയാം. Management is required in all types of organization. You have already learned that management is required in all types of organization irrespective of its size. Management is needed in big organizations, medium organizations, or small organizations. Then management is needed in profit oriented organizations, non-profit oriented organizations. Management is needed in manufacturing concerns, service rendering institutions. So it is a pervasive term. This particular term are actually applicable throughout the world. ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ മാനേജ്മെൻറ്റ് ഈസ് പെർവാസീവ് ബിക്കോസ് ദിസ് പർട്ടിക്കുലർ ടേം ഈസ് ഹാവിങ് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. സാർവത്രികമായി നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന, ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും പ്രയോഗിക്കാൻ പറ്റുന്ന, എല്ലാ തരം സ്ഥാപനങ്ങളിലും പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ടേമാണ് മാനേജ്മെൻറ്റ്. ദാറ്റ്സ് വൈ മാനേജ്മെൻറ്റ് കോൾഡ് ആസ് പെർവാസീവ്. ദെൻ ദി തേർഡ് വൺ ഈസ് മൾട്ടി ഡയമെൻഷണൽ. മാനേജ്മെൻറ്റ് ഈസ് എ കോംപ്ലക്സ് ആക്ടിവിറ്റി. ഇറ്റ്സ് എ കോംപ്ലക്സ് ആക്ടിവിറ്റി. പല തരത്തിൽപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതിനകത്തുണ്ട്. മൾട്ടി ഡയമെൻഷണലാണ്. വിവിധോന്മുഖമായ പ്രവർത്തനങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ അതിൻ്റെ 3 കാര്യങ്ങൾ നോക്കാം. അതായത് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്. ഇൻ എനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ദർ ആർ സർട്ടൻ വർക്ക്സ് ആർ ടു ബി പെർഫോംഡ്.
For example, if you are considering a hospital treatment, in a school teaching learning process, in a manufacturing concern production. സോ ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ ചെയ്യുന്ന പ്രവർത്തനം എന്താണോ അത് മാനേജ് ചെയ്യുക. മാനേജ്മെൻറ്റിൻ്റെ മൾട്ടി ഡയമെൻഷൻ, മാനേജ്മെൻറ്റ് ചെയ്യുന്ന വിവിധ കാര്യങ്ങൾ, വൈവിധ്യങ്ങളായ കാര്യങ്ങളുടെ ഭാഗമായി ഒന്ന് മാനേജ്മെൻറ്റ് ഓഫ് വർക്കാണ്. എ മാനേജർ ഹാസ് ടു മാനേജ് ദി വർക്ക് പെർഫോംഡ് ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ. ദെൻ ദി അനദർ വൺ ഈസ് മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. പീപ്പിൾ ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. വി കാൺട്ട് പ്രെഡിക്റ്റ് ദി ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്. ഒരു സ്ഥാപനത്തിലെ ഒരു മാനേജർ ഡീൽ ചെയ്യുന്ന ആളുകൾ ഓരോ സാഹചര്യത്തിലും ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ റിസോഴ്സിനെ, ഹ്യൂമൻ റിസോഴ്സിനെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത്, അവരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള ഒരു കാര്യമാണ്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഒന്ന് അതാണ് മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. ദെൻ ദി നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ. പ്രവർത്തനങ്ങളുടെ മാനേജ്മെൻറ്റ്. ശ്രദ്ധിക്കുക, ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ മാനേജ്മെൻറ്റ് ഓഫ് വർക്കും മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷനും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് അതൊരു ബ്രോഡ് കൺസെപ്റ്റാണ്. മാനേജ്മെൻറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ആക്ടിവിറ്റി മാത്രമാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ സർവീസ് എന്താണ്, ആ പ്രൊഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ആ സർവീസിന് വേണ്ടി ചില പ്രവർത്തനങ്ങൾ, ചില ആക്ടിവിറ്റീസ്, ദാറ്റ് മീൻസ് ദി പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഇൻ കേസ് ഓഫ് എ മാനുഫാക്ചറിങ് കൺസേൺ. ഒരു മാനുഫാക്ചറിങ് കൺസേണിലാണെങ്കിൽ നമ്മൾ അസംസ്കൃത വസ്തുവിനെ നിർമ്മിത വസ്തുവാക്കി മാറ്റുന്ന ആ പ്രക്രിയ, പ്രൊഡക്ഷൻ പ്രോസസ്സ്, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ മൊത്തത്തിലുള്ള മാനേജിങ് ആണ് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓഫ് വർക്കും മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിളും ഉൾപ്പെടുന്നതാണ് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ. സോ actually management of operation is a broader term. So these are the 3 points which are needed to be considered at the time of writing the characteristics. Management is multi-dimensional. Then the fourth feature, that is management is a continuous process. The term management is required throughout the lifetime of an organization. You have already learned that there are certain basic functions are there for management: planning, organizing, staffing, directing and controlling. At the end of controlling, the next plan will begin. Throughout the lifetime of an organization, these 5 functions are to be performed. So management is needed throughout the lifetime of an organization. That's why we can consider it as a continuous process. അപ്പോൾ തുടർച്ചയായി ഒരു സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം ഈ ജോലി ചെയ്യാനുള്ളത് കൊണ്ട്, മാനേജ്മെൻറ്റ് എന്നുള്ള വർക്ക് അവിടെ ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് പറയാം മാനേജ്മെൻറ്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇൻ ആൻ ഓർഗനൈസേഷൻ ദി ആക്ടിവിറ്റീസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ആർ ടു ബി പെർഫോംഡ് ഇൻ എ കണ്ടിന്യൂസ് വേ. അവിടെ ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണത്. ദെൻ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ദിസ് ആക്ടിവിറ്റി ഓർ ദി മാനേജ്മെൻറ്റ് കനോട്ട് ബി പെർഫോംഡ് ഇൻ ഐസൊലേഷൻ. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ഇഫ് ദർ ഈസ് എ ഗ്രൂപ്പ്, ദർ ഈസ് എ റിക്വയർമെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ്. സോ ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. പിന്നീട് നമുക്ക് 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ 3 തലങ്ങളിലായി ധാരാളം ആളുകൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ദെൻ നെക്സ്റ്റ്, ഇറ്റ്സ് എ ഡൈനാമിക് ഫങ്ഷൻ. മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. ഡൈനാമിക്, എവർ ചേഞ്ചിങ്. It's a dynamic function. That means the application of techniques or principles of management are to be made only after considering the present scenario, present changes in the business environment. ബിസിനസ് എൻവയോൺമെൻറ്റിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ടെക്നോളജിക്കലാകാം, സോഷ്യലാവാം, കൾച്ചറലാവാം, വാട്ടെവർ ഇറ്റ് മേ ബി. ഏതൊക്കെ തരത്തിൽപ്പെട്ട മാറ്റങ്ങളാണോ ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ആ മാറ്റങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മാനേജ്മെൻറ്റ് ടെക്നിക്സോ പ്രിൻസിപ്പിൾസോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. ഇറ്റ്സ് ആൻ എവർ ചേഞ്ചിങ് ഫങ്ഷൻ. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഫങ്ഷനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഇറ്റ്സ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. ഇറ്റ്സ് ആൻ അൺസീൻ ഫോഴ്സ്, നൈദർ ടച്ച് നോർ സീൻ. നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത ഒരു ഫോഴ്സാണ് മാനേജ്മെൻറ്റ്. ബട്ട് ഇറ്റ്സ് റിസൾട്ട് വി ക്യാൻ ഫെൽറ്റ് ഇറ്റ്സ് റിസൾട്ട്. നമുക്ക് അത് അങ്ങനെ വി ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്സ് പ്രസൻസ് ബൈ ദി റിസൾട്ട്.
സ്ഥാപനത്തിൻ്റെ, ഫോർ എക്സാമ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ, അവിടെ പ്രോഫിറ്റാണോ, ഓർഗനൈസേഷന് ലാഭമാണോ ഉണ്ടായത്, ലാഭം കുറയാണോ ചെയ്തത്, അല്ലെങ്കിൽ നഷ്ടമാണോ ഉണ്ടായത്, യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ്. സോ ദി പ്രസൻസ് ഓഫ് മാനേജ്മെൻറ്റ് ക്യാൻ ബി ഫെൽറ്റ് ബൈ ദി റിസൾട്ട് എന്താണോ എന്ന് നോക്കിയിട്ട് അവിടെ മാനേജ്മെൻറ്റ് എത്രത്തോളം എങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെ നമുക്ക് കാണാനോ തൊടാനോ പറ്റുന്ന ഒരു ഫോഴ്സ് അല്ല എന്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. Today we can stop our class with these features.